സുഹൃത്തുക്കളെ, നമുക്കറിയാം ഏതാണ്ട് ഒരു 1-2 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ BJP എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ മുന്നണിയുടെ പ്രാധാന്യം, ആ മുന്നണിക്ക് കിട്ടുന്ന സീറ്റുകൾ, ആ മുന്നണിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം, ഇതൊക്കെ വ്യാപകമായി ചർച്ചാ വിഷയമാകാറുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ആ മുന്നണി ഒരുപക്ഷെ ഇന്നോ നാളെയോ നാളെ കഴിഞ്ഞോ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കാറുണ്ട്. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു ലോക്സഭയിൽ ഒരു സീറ്റ് നേടി. സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. അതിനുശേഷം 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം നേടാൻ കഴിഞ്ഞു. അതിനുശേഷം 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യമായി 3 സീറ്റുകൾ നിയമസഭയിലേക്ക് നേടാൻ കഴിഞ്ഞു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ. അതിൽ നേമത്തും കഴക്കൂട്ടവും കട്ടിച്ചാണ് കടന്നുകൂടിയതെങ്കിൽ ചാത്തന്നൂരിൽ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിനാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ BJP കേരളത്തിൽ വളരുകയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ BJP അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയുന്നവരുണ്ട് ചിലർ. കാരണം 8-10 സീറ്റുമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തുടങ്ങിയ BJP ഇപ്പം 3-ാം ടേം അധികാരത്തിലിരിക്കുകയാണ്. കേന്ദ്രത്തിൽ 4-ാം തവണ അധികാരത്തിൽ വരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഒരുപക്ഷെ നാളെയോ നാളെ കഴിഞ്ഞാലോ BJP അധികാരത്തിൽ വരും എന്ന് സ്വപ്നം കാണുന്ന ചില അന്തം കമ്മികളെ പോലുള്ള ചില അന്തം BJPക്കാരും കേരളത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം. ഈ കേരളത്തിലെ BJP എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു പെരുംകൊള്ള സംഘമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതൊരു പച്ചയായ കൊള്ള സംഘമാണ് എന്നാണ് എനിക്ക് ഇപ്പോൾ കാര്യകാരണ സഹിതം എനിക്ക് പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ BJPയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് 1-ലധികം തവണ അഴിമതി ആരോപണങ്ങൾ, കൊടകര കുഴൽപ്പണ കേസ് നമ്മൾ കേട്ടു. വിജയൻ സർക്കാർ ഇരുന്നുകൊണ്ട് അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോയി. കെ സുരേന്ദ്രനൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ള നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷേ അത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. പിന്നെ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു അഴിമതി കേസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വന്നിരുന്നു. അതും എവിടെയൊക്കെയോ അതങ്ങ് പോയി. പിന്നെ തൃശ്ശൂർ BJP ഓഫീസിൽ ഏതാണ്ട് ഒരു ചാക്ക് കെട്ട് നിറച്ച് പണം കൊണ്ടിട്ടു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കേട്ടിരുന്നു. അതൊന്നും നമ്മളിപ്പം കേൾക്കുന്നില്ലെങ്കിൽ പോലും ഈ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ ഉയരുക എന്നുള്ളത് BJP സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. BJPക്കകത്ത് നടക്കുന്ന തമ്മിലടി നമ്മൾ കുറേ വർഷങ്ങളായി നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ ഞണ്ടുകളെ പോലെയാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസ്ഥാന പ്രസിഡന്റുമാരുണ്ടായിട്ടുള്ള ഒരു പാർട്ടി BJP ആയിരിക്കും കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നു. ആ BJP എന്താണ് അധികാരത്തിലേക്ക് വരാൻ ഇങ്ങനെ മപ്പടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഈ BJP അനുകൂല ഹാൻഡിലുകളൊക്കെ നിരന്തരം നടത്താറുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു പെരുംകൊള്ള സംഘമാണ്. പച്ചയായ അഴിമതി നടത്തുക എന്നുള്ളതാണ് ഇതിലെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ലക്ഷ്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ പുതിയതായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ആലോചിച്ച് നോക്ക്. അത് ഈ BJPയുടെ ഒരു ഡാർക്ക് അണ്ടർ ബെല്ലി, അത് അഴിമതിയുടെ ഒരു ഈ പറഞ്ഞ പോലെ ഇരുണ്ട അടിവയർ, അത് തുറന്നു കാട്ടുന്ന സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് BJPയുടെ പല സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരു സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് അഞ്ജന രഞ്ജിത്ത് എന്നാണ്. അഞ്ജന രഞ്ജിത്ത്. അവരുടെ ആകെപ്പാടെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർ പട്ടത്ത് നിന്ന് മത്സരിച്ചു. ആകെ 670 വോട്ട് കിട്ടി. അതിന് മുമ്പ് ഏതോ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേശവദാരത്ത് നിന്ന് മത്സരിച്ചു, തോറ്റു. കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. അവരാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് തന്ത്രം ഒക്കെ ആവിഷ്കരിക്കുന്ന ചുമതലയുള്ള BJPയുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള മാരാർജി ഭവൻ കേന്ദ്രീകരിച്ചാണ് ഈ അഞ്ജന രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടറി പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അഞ്ജന രഞ്ജിത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നേതാവിൻ്റെ പേരാണ് BJPക്കാർ തന്നെ പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല, BJPക്കാർ തന്നെ പറയുന്നതാണ്. അയാളുടെ പേരാണ് S. സുരേഷ്. തിരുവനന്തപുരംകാരനായിട്ടുള്ളൊരു നേതാവാണ്.
അയാളാണ് പോലും BJPയുടെ സംഘടനാ സെക്രട്ടറി. ഏറ്റവും വലിയ ഒരു അധികാര കേന്ദ്രമാണ് പോലും ഈ എസ് സുരേഷ്. ഈ എസ് സുരേഷ് പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് പോലും അഞ്ജന രഞ്ജിത്ത്. അപ്പം ഈ അഞ്ജന രഞ്ജിത്തും എസ് സുരേഷും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു കോക്കസ് ചെയ്തിട്ടുള്ള പണി കേൾക്കണം, നമുക്ക് ഞെട്ടിപ്പോകും നമുക്ക്. അതായത് സൗജന്യമായി കേന്ദ്രത്തിൽ നിന്ന് BJP കൊടികൾ കൊടുക്കും. കൊടി അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ആ കൊടി ഈ അഞ്ജന രഞ്ജിത്തും പിന്നൊരു പാങ്ങപ്പാറ രാജീവും വിജയകുമാറും കൂടെ ചേർന്ന് എന്താ ചെയ്തെന്നറിയോ? കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടിയ ഈ കൊടി 1.5 കോടി രൂപയ്ക്ക് അവര് വിറ്റു. എങ്ങനെയുണ്ട്? 1.5 കോടി രൂപയ്ക്ക് അവര് ഈ കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടിയ ഈ കൊടി അവര് വിറ്റു. വിൽക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കള്ള ബില്ലുണ്ടാക്കി. 1.5 കോടി രൂപയ്ക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കള്ള ബില്ല് വൗച്ചർ ഉണ്ടാക്കി. അതൊരു പക്ഷേ കള്ളപ്പണം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നിട്ട് ഈ കൊടികൾ അവർ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 3-3.5 ലക്ഷം രൂപ മേടിച്ച് വിതരണം ചെയ്തു. പോലും ഒന്ന് ആലോചിച്ചു. കേന്ദ്ര BJPയിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന കൊടി, BJPയുടെ കൊടി വിറ്റിട്ട് കാശുണ്ടാക്കുന്നവന്മാരാണ് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാർ. ആലോചിച്ച് നോക്ക്, എത്ര ഗതികെട്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഒരു 100 മണിക്കൂറെങ്കിലും മിനിമം ഓടുമ്പോഴാണ് വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ 18 മണിക്കൂർ ഹെലികോപ്റ്റർ ഓടി, അത് 100 മണിക്കൂർ ഓടിച്ചു എന്നും പറഞ്ഞ് കാണിച്ച് ഏതാണ്ട് 5 കോടി രൂപ അതിലും അവർ തട്ടിയെടുത്തു. ഈ എസ് സുരേഷും ഈ അഞ്ജന രഞ്ജിത്തോട് ചേർന്നിട്ടുണ്ടാണെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു പണിയും കൂടെ അവർ ചെയ്തു. എന്താണ്? ഈ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന് പറഞ്ഞ മണ്ഡലം. അപ്പോൾ A ക്ലാസ് മണ്ഡലത്തിന് 3 കോടി, B ക്ലാസ് മണ്ഡലത്തിന് A ക്ലാസ് മണ്ഡലത്തിന് 5 കോടി, B ക്ലാസ് മണ്ഡലത്തിന് 3 കോടി, C ക്ലാസ് മണ്ഡലത്തിന് 2 കോടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടിയ പണത്തിൽ A ക്ലാസ് മണ്ഡലത്തിൻ്റെ എണ്ണങ്ങൾ വലിയ തോതിൽ കുറച്ചിട്ട് A ക്ലാസ്സിന് B ക്ലാസ് ആക്കുകയും B ക്ലാസ്സിന് C ക്ലാസ് ആക്കുകയും ചെയ്ത് അതിലൂടെയും കോടികൾ തട്ടി. ഏതാണ്ട് ഒരു 10-25 കോടി രൂപയോളം ഈ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത പണം ഈ എസ് സുരേഷും ഈ അഞ്ജന രഞ്ജിത്തും ഒക്കെ അടങ്ങുന്ന ഈ കൊള്ള സംഘം തട്ടിയെടുത്തു എന്നുള്ള ആരോപണം BJPക്കാർ തന്നെ ഉന്നയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനല്ല ഇത് ഉന്നയിക്കുന്നത്. എങ്ങനെയുണ്ട്? കേരളത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മപ്പടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവന്മാർ. ആ പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്ന പണിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഇലക്ഷൻ കാലത്ത് നടന്ന വേറൊരു തട്ടിപ്പിനെ കുറിച്ചും BJPക്കാർ പറയുന്നുണ്ട്. ഇലക്ഷൻ കാലത്ത് ഈ പത്രക്കാർക്കും ഈ യൂട്യൂബർമാർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോടികൾ കേന്ദ്രത്തിൽ നിന്ന് വന്നിരുന്നു. അത് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് R ചന്ദ്രശേഖരും എന്തോ ഒരു സന്ദീപ് സോമനാഥെന്നോ അനൂപ് ആന്റണി എന്ന് പറഞ്ഞ 3 പേരായിരുന്നാണ് പറയുന്നത്. ആ കമ്മിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ യൂട്യൂബർമാർക്കും പത്രക്കാർക്കും ഒക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് BJPയുടെ കീഴ്ത്തട്ടിലുള്ള നേതാക്കന്മാർ അടിച്ചെടുത്തു എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു BJP അനുകൂല യൂട്യൂബിന് 25 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് 3 ലക്ഷം രൂപ കൊടുത്തുള്ളൂ എന്നാണ് പറയുന്നത്. 25 ലക്ഷം രൂപയുടെ വൗച്ചർ ഉണ്ടാക്കിയിട്ട് ആ 25 ലക്ഷത്തിൽ 22 ലക്ഷം രൂപ ഈ ബന്ധപ്പെട്ട BJPക്കാരൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുന്നുള്ള ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു പെരുങ്കൊള്ള സംഘം ആയിട്ടുള്ളൊരു പാർട്ടി വേറൊരു പാർട്ടിയും കേരളത്തിൽ കാണില്ല. മറ്റു പാർട്ടികളെ കുറിച്ചിട്ടൊക്കെ ആരോപണങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വാങ്ങുന്ന പണം പച്ചയായി വെട്ടി വിഴുങ്ങുന്ന നേതാക്കന്മാരുള്ള BJP പോലൊരു പാർട്ടി വേറൊരു പാർട്ടി കേരളത്തിലുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളത് ആലോചിച്ച് നോക്ക്. വളരെ മുന്നേറി നിൽക്കുന്നൊരു സമയമാണ്. കോർപ്പറേഷൻ്റെ ഭരണം 3 MLA-മാർ ഒക്കെ ഉള്ളപ്പോഴാണ് എലക്ഷൻ വരുമ്പോൾ എലക്ഷൻ്റെ ഭാഗമായി നിന്ന് ഇവിടുത്തെ ഈ നേതാക്കന്മാർ കോടികൾ വെട്ടി വിഴുങ്ങിക്കൊണ്ടു പോകുന്നത്. ഇതെല്ലാം കള്ളപ്പണമാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം പണമായിട്ട് തന്നെ കിട്ടി പണമായിട്ട് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പുറത്ത് ട്രാൻസാക്ഷൻസിലൊന്നും വരില്ലല്ലോ. പണമായി കിട്ടി പണമായി വിതരണം ചെയ്യുമ്പോഴാണ് ഈ കള്ള ബില്ലുണ്ടാക്കാനും വെട്ടുപേനി അടിക്കാനും ഒക്കെ എളുപ്പം. കാരണം 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വൗച്ചർ എഴുതി വെച്ചിട്ട് 2 ലക്ഷം കൊടുത്താൽ മതി. ബാക്കി 8 ലക്ഷം പോക്കറ്റിലിടാം. ഈ വൗച്ചർ ഉണ്ടാക്കി 1.5 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വൗച്ചർ ഉണ്ടാക്കി കയ്യിൽ വെച്ചാൽ മതി. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. എന്നിട്ടിപ്പോൾ തിരിച്ചു പിടിക്കണം.
ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നൊക്കെ പറഞ്ഞാൽ എവിടെ എന്തന്വേഷണം, എന്ത് തിരിച്ചു പിടിക്കില്ല, ഇതൊക്കെ ക്രൈമല്ലേ, പോലീസ് ക്രൈം കേസ് എടുക്കുകയല്ലേ വേണ്ട യഥാർത്ഥം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്ത്. കേരളത്തിലെ BJP എന്ന് പറയുന്നൊരു പാർട്ടിയല്ല, അതൊരു പെരുംകൊള്ള സംഘമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തെളിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ഈ പറഞ്ഞ പോലെ വിഴുങ്ങുന്ന അമ്പലം വിഴുങ്ങികളാണ് BJPയുടെ നേതാക്കന്മാർ എന്നുള്ളത് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് സംബന്ധിച്ചിട്ടുള്ള സ്വപ്നങ്ങളൊന്നും ഈ പാർട്ടി കൊണ്ടു നടക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം വിഴുങ്ങുക, പിന്നെ വയർ വീർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന കൊടി പോലും, ആലോചിച്ച് നോക്ക്, കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന കൊടി പോലും വിറ്റ് കാശുണ്ടാക്കുന്ന പേരും കള്ളന്മാരാണ് ഈ BJPയുടെ നേതാക്കന്മാർ എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഒരു കാലത്തും ഈ പാർട്ടി ഈ അധികാരത്തിൻ്റെ അടുത്ത് പോലും കേരളത്തിൽ എത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.